ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ഫുഡ് ബ്ലോഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളെ ഓരോ കാഴ്ചകൾ കാണിച്ചും മടുപ്പിച്ചു. അപ്പോൾ എന്നാൽ പിന്നെ ഒരു ഫുഡ് ബ്ലോഗ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിപ്പോൾ ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റൂട്ടിൽ മധുരാപുരി എന്ന് പറഞ്ഞ ഒരു ഷാപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മധുരാപുരി ഷാപ്പിലെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് EMR എത്തുകയാണ്. മധുരാപുരി ഷാപ്പിൻ്റെ ഫ്രണ്ടിലെത്തി മധുരാപുരി ഷാപ്പിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം വന്ന സമയം ഉച്ച ആയതുകൊണ്ട് തന്നെ കിച്ചണിലെ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. എല്ലാ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവർ എല്ലാ സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നമുക്കന്നേരം ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇവിടുത്തെ എന്തെല്ലാം വ്യത്യസ്തമായ ഭക്ഷണമുണ്ടോ അതെല്ലാം നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഷാപ്പിലേക്ക് കയറി അവിടെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷാപ്പിലെ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എന്നാൽ പിന്നെ നമുക്ക് ഷാപ്പിലെ കാഴ്ചകൾ കണ്ടാലും അകത്തേക്ക് കയറുകയാണ്. അതുവഴിയാണ് എൻട്രൻസ്. നമ്മൾ ഷാപ്പിൻ്റെ അകത്ത് കയറി ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരുത്ത് സീറ്റൊക്കെ പിടിച്ച് ഇപ്പം നമ്മുടെ സാധനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കപ്പ, നമ്മുടെ പാലപ്പം, ഇതെന്താ വരുന്നത്, പള്ളത്തി വറുത്തത്, പിന്നെ നമ്മുടെ സലാഡ്, ഇങ്ങനെ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ബാക്കി വീഡിയോ കാണിക്കാം. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. കാരി വറുത്തത്, ബീഫ്, പള്ളത്തി വറുത്തത്, പിന്നെ നമ്മുടെ സലാഡ്, പിന്നെ നമ്മുടെ പന്നിക്കൂട്ടൻ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ കപ്പ, പാലപ്പം, അങ്ങനെ നമ്മുടെ കക്കക്കൂട്ടൻ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പേരെന്നായിരുന്നു, വാള, അങ്ങനെ വാളക്കറി. അപ്പോൾ നമുക്ക് ഒരു പിടി പിടിച്ചിട്ട് ബാക്കി പറയാം. എന്താ പറയുന്നത് പിന്നെ ആദ്യം നമ്മുടെ കപ്പയെ നമുക്ക് പിടിക്കാം. കപ്പ കുറച്ച് എടുത്ത് നോക്കാം. കപ്പ കുറച്ച് എടുത്തിട്ട് പ്ലേറ്റിലോട്ടിട്ട്, പിന്നെ നമ്മുടെ കക്കാക്കൂട്ടനെ കുറച്ച് എടുത്തിട്ട് കക്കാക്കൂട്ടനെ സൈഡിലോട്ട് വെക്കാം. നമ്മുടെ പന്നിക്കുട്ടനെ എടുത്തിട്ട് നമുക്ക് സൈഡിലോട്ട് കുറച്ച് വെക്കാം. പിന്നെ നമ്മുടെ ബീഫ് നമ്മളെടുത്ത് കുറച്ചും കൊണ്ട് വെക്കും. നമ്മുടെ പള്ളത്തി വറുത്തെടുക്കും. കുറച്ച് കപ്പയും കൂടെ എടുക്കുക. ഒരുത്തം എന്താണ്ട് മീൻ മാത്രം ഞമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട്. എടാ കപ്പ എടുക്കടാ. സലാഡ്, നമ്മുടെ കാരിക്കുട്ടനെ പറഞ്ഞാൽ എടുക്കാം. അങ്ങനെ നമുക്ക് ഇതിനെല്ലാം ടേസ്റ്റ് നോക്കിയിട്ടേ അഭിപ്രായം ഞാനിപ്പം പറയാം. കപ്പ എടുത്തിട്ട് ഇച്ചിരി നമ്മുടെ കക്ക അങ്ങോട്ട് എടുത്ത് സൂപ്പറാണ്. ബീഫ് കൂട്ടുന്നു ഇവിടുത്തെ ബീഫ്. അടിപൊളി ഒന്നും പറയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. പന്നിക്കുട്ടനെ നോക്കട്ടെ, അങ്ങനെ നോക്കട്ടെ. അടിപൊളിയാണ്. കുറച്ചിനാണെങ്കിൽ നമ്മൾ വെച്ചോണ്ടിരിക്കുക. നോക്കാം എങ്ങനെയുണ്ടാ കാരി. വേറെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ ആശം. എടാ പൊറോട്ട കഴിയും. കാരി കാരി സൂപ്പർ, പൊളി. ഒന്നും പറയാനല്ല, നല്ല അടിപൊളി. അപ്പോൾ ഇനി കഴിച്ചിട്ടാണ് ബാക്കി. നമ്മുടെ വാളയെ കുറച്ച് എടുത്ത് പോകാം. വാള കുറച്ചെടുത്തിട്ട് പൊളി നല്ല പുളിയും നല്ല എരിവും എല്ലാ ആവശ്യത്തിനുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുശാലായി കേട്ടോ. സൂപ്പറായിരുന്നു, നല്ല ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. എനിക്കൊരു രണ്ടാമത്തെ തവണ ഞാൻ ഷാപ്പിൽ കയറി, രണ്ടാമത്തെ തവണ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയ ഫുഡാണ് കേട്ടോ. പന്നിയാണെങ്കിലും മീനാണെങ്കിലും ബീഫാണെങ്കിലും എല്ലാം പൊളി, ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡായിരുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.